ലാൽ സലാം ദൃശ്യം 3ക്ക് 100-ന് മുകളിലുള്ള ഫാൻ ഷോസ് ഇപ്പോൾ തന്നെ കടന്നിരിക്കുകയാണ്. 14 ദിനങ്ങൾക്ക് മുമ്പ് സിനിമയുടെ 100-ന് മുകളിലുള്ള ഫാൻ ഷോസ് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ഗംഭീരമായിട്ടുള്ള റിലീസും ചാർട്ട് ചെയ്തിരിക്കുന്നു. USA, UK, കാനഡ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയിരിക്കുകയും ചെയ്യുകയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഇതിനിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എല്ലാ സ്ഥലങ്ങളിലും മികച്ച ബുക്കിംഗ് തന്നെയാണ്. ഓവർസീസിലെ കളക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓവർസീസിൽ നിന്ന് പ്രീമിയറും ഡേ വണ്ണും കൂടെ ചേർത്തിട്ട് $75K എത്തിയിരിക്കുന്നത്. ടോട്ടൽ വീക്കെൻഡ് $115K കടന്നിരിക്കുന്നു എന്നാണ്. ടോട്ടൽ വേൾഡ് വൈഡ് പ്രീ സെയിൽ പ്ലസ് ഡേ വൺ വന്നിരിക്കുന്നത്, അതായത് അഡ്വാൻസ് സെയിലൂടെ മാത്രം 1.5 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. 14 ദിവസങ്ങൾക്ക് മുന്നേ എന്ന് തന്നെ പറയാം. കേരളത്തിൽ തന്നെ 50-ന് മുകളിലുള്ള ഫാൻ ഷോസ് ആണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തന്നെ ഹൗസ്ഫുള്ളുമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1000-ഓളം ഹൗസ്ഫുൾ ഫാൻ ഷോസ് ഉണ്ടാകുമെന്നുള്ളതാണ്. ആദ്യ ദിനം സിനിമ 200 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഒരുപക്ഷെ പ്രീ സെയിലൂടെ തന്നെ സിനിമ ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പും നമുക്ക് ഇപ്പോൾ ലഭിക്കുകയാണ്. കാരണം 14 ദിവസങ്ങൾക്ക് മുമ്പ് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ചാർട്ടിംഗ് ആണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. ബുക്കിംഗ് തുടങ്ങിയ അടുത്തെല്ലാം തന്നെ ഹെവി ബുക്കിങ്ങുമാണ് ദൃശ്യം 3ക്ക് ലഭിച്ചിരിക്കുന്നത്. USA പ്രീമിയർ ഷോസ് നടത്തുന്നത് ഏകദേശം 15ഓളം സെൻറ്ററുകളിലാണ്. അത് തന്നെ മെയ് 20-ാം തീയതി 10:30 IST ആണ്. ആ ഒരു സമയത്താണ് വരുന്നത്. അവിടെ ഒട്ടുമിക്ക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേറ്റിലും അവിടെ അല്ലെങ്കിൽ സിറ്റിയിലും അവിടെ ഇതെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ്. 2 ആഴ്ച കൂടെ ബാക്കി നിൽക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക്. അപ്പോൾ ഇനി ഒരാഴ്ചയും കൂടെ കടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോഴത്തേക്ക് പ്രീസെയിലൂടെ ഒരു 25 കോടിയെങ്കിലും എത്തുമെന്നുള്ളതാണ്. അത്രത്തോളം ഘനഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും റെക്കോർഡുകൾ തൂക്കി അടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇനിയും കേരളത്തിൽ ആദ്യ ദിനം ഇപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കാം. ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി അപ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സിനിമ കാണാൻ കഴിയൂ എന്നുള്ളത് ഉറപ്പിക്കാം. മലയാളത്തിലെ ആദ്യ 500 കോടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതെ, ഈ ഒരു സിനിമ അത് എത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മെയിലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റാണ്. ഏപ്രിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടായിരുന്നു. മെയിലെ ഇൻഡസ്ട്രി ഹിറ്റാണ് ഈ ഒരു സിനിമയായി വരാൻ പോകുന്നത്. USA, UAE, UK, അയർലാൻഡ്, ഒമാൻ, ബഹ്റിൻ, ഓസ്ട്രേലിയ, ജർമ്മനി എല്ലാ സ്ഥലങ്ങളിലും മികച്ച ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നു. അല്ലാതെ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലങ്ങളിലും ഗ്ലോബലായിട്ട് ഫാൻ ഷോസും ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതും മിനിറ്റുകൾക്കുള്ളിൽ സെക്കൻഡുകൾക്കുള്ളിൽ വിറ്റുപോകുന്ന അതിഗംഭീരമായ കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങൾ ഏത് നാട്ടിലാണ് ഈ ഒരു സിനിമ കാണാൻ പോകുന്നത്? വിദേശ രാജ്യങ്ങളിലാണോ, UAE, UK അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലാണോ, അതോ കേരളത്തിലാണോ, തമിഴ്നാട്ടിലാണോ, കർണാടകത്തിലാണോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇത് മലയാളത്തിൻ്റെ ഏറ്റവും ഗംഭീര സിനിമ തന്നെയാണ്. UA സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് സെൻസറിങ്ങിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ബുക്കിംഗ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരിക്കൽ കൂടി എടുത്തു പറയാം. USA, UK, അയർലാൻഡ്, UAE, ഒമാൻ, ബഹ്റിൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ല, ലിമിറ്റഡ് തിയേറ്ററുകളാണ്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസുകൾക്ക് വേണ്ടി, കൂടെ കട്ട സപ്പോർട്ടിനും വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. എന്താണേലും രാവിലെ 8:30-ക്കാണ് സിനിമയുടെ ഇവിടുത്തെ ഫാൻ ഷോ. ഒരുപക്ഷെ അതിനൊക്കെ മുമ്പ് പോകും. കാരണം തിരക്ക് കണ്ടെടുത്തോളം ഒരുപക്ഷെ വെളുപ്പിനത്തേക്ക് പോകാനുള്ള ചാൻസുകളെല്ലാം തന്നെ കാണുന്നുണ്ട്. കാരണം ടിക്കറ്റ് കിട്ടേണ്ട ആളുകൾക്ക്. അപ്പം പുതിയ ഷോസ് രാവിലെ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ തുടർച്ചയായ 3 ഹിറ്റിന് ശേഷം വീണ്ടും മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ അടുത്ത സിനിമയെ